BSSC IT-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നലെ നടത്തിയ നിമിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നടത്തിയ മോക്ക് ടെസ്റ്റിൻ്റെ 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 25 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കംപ്ലീറ്റ് ഡിസ്കഷനാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അതിന് മുന്നേയായിട്ട് ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ മോഡലിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനേഷനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് നിങ്ങൾ പാസ്സാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനേഷനും നന്നായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം നന്നായിട്ട് കൃത്യതയോടെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഞാനിതിൻ്റെ അകത്ത് ഇപ്പം ഓരോ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് കിട്ടുന്നത്, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതോടൊപ്പം തന്നെ ആ ക്വസ്റ്റ്യനുമായിട്ട് അനുബന്ധമായിട്ട് വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യവും ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഏരിയ ഓഫ് ദ സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സർക്കിളിൻ്റെ ഒരു ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നോട്ട്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ ഈ സെഗ്മെൻ്റ് എന്ന് പറയുന്ന സാധനം ഉൾപ്പെടുത്തിയിരുന്നില്ല. സോ അതിനെക്കുറിച്ചൊന്ന് ചെറിയൊരു ഡിസ്കഷൻ ആദ്യം നടത്തണം, എന്നിട്ട് ശേഷം ഈ കണക്കിലോട്ട് പോവാം, ആൻസറിലോട്ട് പോവാം. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് ഞാൻ O എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ആ സർക്കിളിൻ്റെ സെൻറ്റർ. സോ ഈ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകാതെ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ഏതെങ്കിലും രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ടൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിനാണ് കോഡ് എന്ന് പറയുക. സോ ഇവിടെ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ അതല്ല കടന്നു പോകുന്നത്, എന്നാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എൻഡ് പോയിൻറ്റ് സർക്കിളിൻ്റെ എവിടെ തന്നെയാണ്, സർക്കംഫറൻസിൽ തന്നെയാണ്. ഇനി സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എൻഡ് പോയിൻറ്റ് ഉണ്ടായിരിക്കുക തന്നെ അതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അതിനെ ഡയമീറ്റർ എന്നാണ് പറയുക. ഓക്കെ, ഇത് സെൻറ്ററിലൂടെ കടന്നു പോകാത്ത ലൈനാണ്, സെൻറ്ററിലൂടെ കടന്നു പോകില്ല, വെറുതെ സർക്കിളിൻ്റെ സർക്കംഫറൻസിലുള്ള രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ. ഈ ലൈൻ ഒരു കോഡ്, നമ്മൾ കോഡെന്നാണ് പറയുന്നത്. ഈ കോഡ് ഈ സർക്കിളിനെ രണ്ട് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു വലിയ പാർട്ടും ഉണ്ടാവും, ഒരു ചെറിയ പാർട്ടും ഉണ്ടാവും. ഞാൻ രണ്ട് രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഒരു വലിയ പാർട്ടും ഉണ്ടാവും, ഒരു ചെറിയ പാർട്ടും ഉണ്ടാവും. ഇത് രണ്ട് ഭാഗങ്ങളെ സെഗ്മെൻ്റ് എന്ന് തന്നെ പറയുക. ഇത് രണ്ട് ഭാഗങ്ങളെ എന്ത് തന്നെ പറയുക, സെഗ്മെൻ്റ് എന്ന് തന്നെ പറയും. വലിയ ഭാഗത്തിന് മേജർ സെഗ്മെൻ്റ് എന്നും പറയും, ചെറിയ ഭാഗത്തിന് മൈനർ സെഗ്മെൻ്റ് എന്നും പറയും. സോ ആദ്യം കോഡ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലുള്ള രണ്ട് പോയിൻ്റ്, ഞാൻ രണ്ട് പോയിൻ്റ് മാർക്ക് ചെയ്ത് കാണിക്കാം. സോ ഞാനിവിടെ ആരോ ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ പോയിൻ്റുകളാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, എൻഡ് പോയിൻ്റ്. ഈ രണ്ട് പോയിൻ്റുകളും ഈ ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, എൻഡ് പോയിൻ്റ് രണ്ടും സർക്കിളിൻ്റെ സർക്കംഫറൻസിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. പിന്നെ ഈ ലൈൻ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ അല്ല കടന്നു പോകുന്നതെന്ന് വിചാരിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ അതിന് നമുക്കൊരു കോഡായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ മലയാളത്തിൽ ഞാണെന്ന് പറയും. ഒരു ഞാൻ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിനെ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ രണ്ട് ഭാഗങ്ങളെയും സെഗ്മെൻ്റ് എന്ന് തന്നെ പറയുന്നത്. ഒന്ന് മേജർ സെഗ്മെൻ്റ് എന്നും രണ്ടാമത്തത് മൈനർ സെഗ്മെൻ്റ് എന്നും പറയും. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഭാഗം കണ്ടോ, BC എന്ന് പറയുന്നത്, B എന്ന് പറയുന്ന പോയിൻ്റ് സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ തന്നെ കിടക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റളവിൽ തന്നെ കിടക്കുന്നത്. അതുപോലെ തന്നെ C എന്ന് പറയുന്ന പോയിൻ്റ് സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ തന്നെ കിടക്കുന്നത്. അത് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനാണ് ഈ ഫിഗറിലെ BC. ഈ BC എന്ന് പറയുന്ന സാധനം ഒരു കോഡ് അല്ലെങ്കിൽ ഞാണാണ്. ഇത് ഈ സർക്കിളിനെ രണ്ടായിട്ട് തിരിക്കും. അതിൽ വലിയ ഭാഗത്തിന് മേജർ സെഗ്മെൻ്റ് എന്ന് പറയും. ആ ചെറിയ ഭാഗം BCD വരുന്ന ആ ചെറിയ ഭാഗം ഉണ്ടല്ലോ, ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, ആ ഭാഗത്തിന് നമ്മൾ മൈനർ സെഗ്മെൻ്റ് എന്ന് പറയും. സോ ആ മൈനർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വേറൊരു കാര്യം കൂടെ കാണാൻ സാധിക്കും.
ഞാൻ ആദ്യം പറഞ്ഞത് ആ ഒരു സെഗ്മെൻറ്റിനെയാണ് ഞാൻ പറഞ്ഞത്. BCD, അതായത് നമ്മൾ ഇവിടെ ഞാൻ ആരോയിട്ട് കാണിക്കാം. ആ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ള ആ BDC, ആ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ കാണാൻ പറ്റുന്ന വേറെ രണ്ട് കാര്യങ്ങളും കൂടെ കാണാൻ പറ്റും. ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ABDC, അതൊരു സെക്ടറാണ്. അതിൻ്റെ ഒരു ആംഗിൾ തീറ്റയൊക്കെ ഉണ്ട്, രണ്ട് റേഡിയസ് ABAC റേഡിയസ് ആണ്, BDC കർവാണ്. സോ അതൊരു സെക്ടറാണ്. അതുപോലെ തന്നെ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളും ആണ്. ABC എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളും ആണ്. സോ ഇവിടെ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ടറിൽ നിന്ന് സെക്ടറിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം ട്രയാങ്കിളിൻ്റെ ഏരിയ അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ, സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ സെക്ടറിൻ്റെ പടത്തിൽ ഞാൻ ട്രയാങ്കിളും കൂടെ വരച്ച് കാണിക്കാം. നടുക്കത്തെ ഫിഗറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ABDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് സെക്ടറാണ്. ആ സെക്ടറിൻ്റെ ഏരിയ കംപ്ലീറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് ട്രയാങ്കിളായിട്ടുള്ള ABCയുടെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ള ഒരു പോർഷൻ, അതാണ് ഈ BDC എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടുന്നതാണ്. ഓക്കെ, സോ അതാണ് അവിടുത്തെ ആൻസർ. സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടും. അതാണ് ഓപ്ഷൻ A ആയിട്ട് കിടക്കുന്നത്. ഏരിയ ഓഫ് സെക്ടറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻസിൻ്റെ ഏരിയ കിട്ടും. ഞാനിപ്പം വരച്ച് കാണിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഈ റെഡ് ലൈൻ ഇട്ട് കാണിച്ചു കണ്ടോ, ABDC, അത് മൊത്തം സെക്ടറാണ്. സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ അത്രയും ഏരിയ കിട്ടും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ അടുത്തൊന്ന് ശ്രദ്ധിച്ചോളൂ. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പം ഇത്രയും കിട്ടും. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെക്ടറിൻ്റെ ഏരിയ വലുതാണ്. ആ വലിയ സെക്ടറിൻ്റെ ഏരിയ ഇരുന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ബാക്കി വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റിൻ്റെ ഏരിയ ആയിരിക്കും. അത് നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 6 ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8? സോ ഇത് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആണ്. ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ഈ വർഷവും പഠിച്ചതാണ്. പല ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. തെറ്റിച്ചവർ ദയവ് ചെയ്തത് ശ്രദ്ധിച്ച് പഠിക്കുക. സോ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വേഷൻസ് കാണും. ഇവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇവിടെ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് ഇക്വേഷൻസിൽ എക്സിൻ്റെ വൈയുടെയൊക്കെ കോഎഫിഷ്യൻ്റ് രണ്ട് ഇക്വേഷൻ സെയിം ആണോ? ഏറ്റവും താഴെയായിട്ട്, സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇടത് സൈഡിൽ നോക്കുക. അവിടെ ഞാൻ 2x എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 2xൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന നമ്പർ നോക്കുക. 2 ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്. 2ൻ്റെ കോഎഫിഷ്യൻ്റാണ് എക്സ് എന്നും പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ് 2 എന്നും 2ൻ്റെ കോഎഫിഷ്യൻ്റാണ് എക്സ് എന്നും പറയാം. എന്താണോ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് അതിനാണ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുക. ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 6ഉം രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8ഉം. സോ ഇതിൽ രണ്ടിലും കോഎഫിഷ്യൻ്റ് സെയിം ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് വൈയുടെ കോഎഫിഷ്യൻ്റ് ഒക്കെ 1 ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു അഥവാ സെയിം അല്ല എങ്കിൽ സെയിം ആക്കി തീർക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വർഷം തന്നെ നിങ്ങൾക്ക് നോട്ടിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അത് നോക്കിയതിന് ശേഷം മനസ്സിലാവുന്നില്ല എങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. കാരണം സെയിം ആണ്, കോഎഫിഷ്യൻ്റ് സെയിം ആണ്. കോഎഫിഷ്യൻ്റ് സെയിം ആണെങ്കിൽ എലിമിനേറ്റ് ചെയ്യേണ്ടത് ഏതാണെന്ന് നോക്കുക. എക്സിനെ അല്ലെങ്കിൽ വൈനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുന്നത് രണ്ട് ഇക്വേഷനിൽ നോക്കുക. എക്സ് രണ്ട് ഇക്വേഷനിലും പോസിറ്റീവാണ്. പക്ഷേ വൈ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷനിൽ മൈനസും രണ്ടാമത്തെ ഇക്വേഷനിൽ പ്ലസ്സും ആണ്. സോ വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുന്നതിനെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൈ ആണ്. എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? വൈ ആണ്. ഏത് വേണമെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എക്സിനെ വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്ത തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 6, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8, ഇതാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്. ഈ രണ്ട് ഇക്വേഷനിലൊന്നും എക്സ് അല്ലെങ്കിൽ വൈ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടിനെ ഒരുമിച്ച് നിലനിർത്താൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിനെ എലിമിനേറ്റ് ചെയ്യണം. ഞാനിവിടെ വൈനെ എലിമിനേറ്റ് ചെയ്യാമെന്ന് തീരുമാനം എടുത്തു. എക്സിനെ എലിമിനേറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് എക്സിനെ എലിമിനേറ്റ് ചെയ്യാം. വൈനെ എലിമിനേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ തീരുമാനം എടുത്തത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി
എന്താണ് നോക്കേണ്ടത്? വൈനെ എലിമിനേറ്റ് ചെയ്യാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചിഹ്നങ്ങൾ നോക്കുക. ആദ്യത്തെ ഇക്വേഷനിലെ വൈ മൈനസ് ആണ്, രണ്ടാമത്തെ ഇക്വേഷനിലെ വൈ പ്ലസ് ആണ്. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ രണ്ട് ഇക്വേഷനെ തമ്മിൽ കൂട്ടുക, ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷനെ കുറയ്ക്കുക. സോ വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷനെ കൂട്ടുക, ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റൊരു ഇക്വേഷനെ കുറയ്ക്കുക. ഇവിടെ വൈ എന്നാണ് എലിമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. വൈയുടെ കോഎഫിഷ്യൻ്റ് രണ്ടിടത്ത് സെയിം ആണ്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വൈയുടെ ചിഹ്നം വ്യത്യസ്തമാണ്. ആദ്യത്തെ ഇക്വേഷനിലെ മൈനസും രണ്ടാമത്തെ ഇക്വേഷനിലെ പ്ലസ്സും ആണ്. സോ വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ പ്ലസ് ചെയ്യുക, ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ മൈനസ് ചെയ്യുക. രണ്ട് ഇക്വേഷനെയും ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇടത് സൈഡ് ആഡ് ചെയ്യുക, വലത് സൈഡും ആഡ് ചെയ്യുക. ആദ്യത്തെ ഇക്വേഷൻ്റെ ഇടത് സൈഡും എക്സ് മൈനസ് വൈ ആണ്, രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഇടത് സൈഡ് എക്സ് പ്ലസ് വൈ ആണ്, അത് ഒരു സൈഡിൽ ആഡ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ്റെ ഇടത് സൈഡ് എക്സ് മൈനസ് വൈ ആണ്, പ്ലസ് എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ. ഇനി വലത് സൈഡിൽ ആഡ് ചെയ്യുക, 6 പ്ലസ് 8 എന്ന് വരും. 6 പ്ലസ് 8 എന്ന് വരും. സോ ഇടത് സൈഡിൽ എക്സും കൂട്ടുമ്പോഴേ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആവും. പിന്നെ വൈ ഉണ്ട്, പ്ലസ് മൈനസ് വൈ ഉണ്ട്, പ്ലസ് വൈ ഉണ്ട്. പ്ലസ് വൈയും മൈനസ് വൈയും ചേർക്കുമ്പോൾ 0 കിട്ടും. വൈയിൽ നിന്ന് വൈ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും. അതുകൊണ്ട് തന്നെ വൈ എലിമിനേറ്റ് ആയി പോകും. വലത് സൈഡിൽ 8 പ്ലസ് 6 14. ഇടത് സൈഡിൽ എക്സിനുമായിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. ആ മൾട്ടിപ്ലൈ ചെയ്തേക്കാൻ 2 വലത് സൈഡിൽ വരുമ്പോൾ ഡിവൈഡ് ആവും. മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന ഇടത് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന 2 വലത് സൈഡിൽ വരുമ്പോൾ 14/2 7 എന്നാവും. 13/2 7 എന്നാവും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ, ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. സോ ഇത് ഞാൻ ക്ലിയർ ആയിട്ട് ഈ വർഷം നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതാണ്. ഉറപ്പായിട്ട് എല്ലാവർക്കും ഓർമ്മയിരിക്കേണ്ട കാര്യവും ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് പഠിച്ചൊരു കാര്യമാണ്. ആദ്യത്തെ വർഷം ചെയ്ത് പഠിച്ചു, രണ്ടാമത്തെ വർഷം പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതാണ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് ലേബർ ചാർജ് ഫോർ മേക്കിംഗ് ഇൻസൈഡ് സ്ക്വയർ ഓഫ് സൈസ് 30 × 30 mm ഇഫ് മേക്കിംഗ് ചാർജ് ഈസ് ₹500 per cm². ഇത് കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. കോസ്റ്റ് സമം ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആണ്. കോസ്റ്റ് സമം എന്താണ്? ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആണ്. ഇതിലെ റേറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇത്തരം ക്വസ്റ്റ്യൻസിൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് പ്രധാനമായിട്ടൊരു ചലഞ്ച് വരുന്നത്. റേറ്റ് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കും. ഈ റേറ്റിൽ നിന്നാണ് നമ്മൾ ക്വാണ്ടിറ്റി എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് ലേബർ ചാർജ്? ലേബർ ചാർജ് എത്ര വേണമെന്നാണ്, അതായത് തൊഴിലാളിക്ക് എത്ര രൂപ കൊടുക്കണം, അതിനാണ് ആ പൈസയാണ് നമ്മൾ ലേബർ ചാർജ് എന്ന് പറയുന്നത്. ലേബർ എന്ന് പറയുന്നത് തൊഴിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ മേക്കിംഗ് ഇൻസൈഡ് സ്ക്വയർ ഓഫ് സൈസ് 30 × 30 mm. ഇവിടെ ഒരു 2 സ്ക്വയർ കാണിക്കുന്നുണ്ട്. വലിയൊരു സ്ക്വയർ 70 × 70 കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തായിട്ട് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അകത്തെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻസൈഡായിട്ട് ഒരു 30 × 30 ഉള്ളൊരു ചെറിയ സ്ക്വയർ കാണുന്നുണ്ട്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പ്രതിപാദിക്കുന്നത് 30 × 30 mm സ്ക്വയർ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലേബർ ചാർജാണ് ആവശ്യപ്പെടുന്നത്. ഇനി ഇഫ് മേക്കിംഗ് ചാർജ് ഈസ് റേറ്റ് പറഞ്ഞിട്ടുണ്ട് ₹500 per cm². സോ ഇവിടെ ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30 × 30 ആണ്. 30 × 30 ചെയ്ത് കഴിഞ്ഞാൽ 900 cm² വരും. ഇവിടെ നമുക്ക് റേറ്റ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 10 cm² ജോലി ചെയ്യാനും എത്ര രൂപയാണ് ചിലവ് വരുന്നത്? 500 രൂപയാണ് ചിലവ് വരുന്നത്. ഓരോ 10 cm² ജോലി ചെയ്യാനും ഓരോ 10 cm² ജോലി തീർക്കാനും ജോലിക്കാരന് കൊടുക്കേണ്ടി വരുന്നത് ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 രൂപയാണ്. 10 cm² 500 രൂപയാണെങ്കിൽ 1 cm² എത്ര രൂപയായിരിക്കും? സോ ഇവിടുത്തെ നിരക്ക് പറയുന്നത് 10 cm² 500 രൂപയെന്നാണ്. അങ്ങനെയാണെങ്കിൽ 1 cm² എത്ര രൂപയായിരിക്കും? ആലോചിച്ച് നോക്കൂ. 10 പേനയുടെ വില 50 രൂപയാണെങ്കിൽ 1 പേനയുടെ വില നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? 50/10 ചെയ്യും.
10 പേനയുടെ വില 50 രൂപയെന്ന് പറയുകയാണ് കടക്കാരൻ പറയുകയാണെങ്കിൽ, ഒരു പേനയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ 50/10 ചെയ്യും. അതുപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 500 രൂപ ചിലവാകുമെങ്കിൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 500/10 50 രൂപയെന്ന് എഴുതും. സോ ഞാൻ ഈ റേറ്റിനെ ഒന്നും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതുകയാണ്. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 500 രൂപ, റുപ്പീസ് 500 പെർ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. 10 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 500 രൂപയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 50 രൂപയാണ്. സോ അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ സ്ക്വയർ ജോലി തീർക്കാനും എത്ര വേണം? ഇനി 50 രൂപ വേണം. ഓരോ സെൻറ്റിമീറ്റർ സ്ക്വയർ ജോലി തീർക്കാനും 50 രൂപ വേണം. ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള റേറ്റ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന റേറ്റ് 500 രൂപ പെർ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഞാൻ അതിനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ട് അതിൽ നമ്മൾ എന്ത് കണ്ടെത്തി? 50 രൂപയാവും ഓരോ സെൻറ്റിമീറ്റർ സ്ക്വയർ ജോലി കംപ്ലീറ്റ് ചെയ്യാനും. സോ ഇനി റേറ്റിൽ നിന്നാണ് ക്വാണ്ടിറ്റി എന്ത് കണ്ടുപിടിക്കണമെന്ന് നമുക്ക് മനസ്സിലാവണമെന്ന് ഞാൻ പറഞ്ഞത്. റേറ്റിൻ്റെ അകത്ത് നോക്കുക, റുപ്പീസ് 500 പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാണ്? ഏരിയയുടെ യൂണിറ്റാണ്. സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് ആയിരിക്കുമായിരുന്നു? വോളിയത്തിൻ്റെ യൂണിറ്റ് ആയിരിക്കുമായിരുന്നു. സോ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരുന്നത്, കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ക്വാണ്ടിറ്റീൻ്റെ റേറ്റ് ചെയ്താൽ മതി. റേറ്റ് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ റേറ്റ് നോക്കണം, റേറ്റിൻ്റെ യൂണിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കണം. റേറ്റിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചാൽ അതാണ് ക്വാണ്ടിറ്റി ആയിട്ട് വരിക. സോ ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി 30 × 30 mm സ്ക്വയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ഇൻറ്റു അതേ സൈഡുകൾ തുല്യമാണല്ലോ, 30 × 30 ആണ്. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി 30 സ്ക്വയർ ചെയ്താൽ മതി, അല്ലെങ്കിൽ 30 × 30 ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് സത്യം പറഞ്ഞ ഏരിയ എന്ന് പറയുക. സോ ഇവിടെ വശങ്ങളെന്ന് പറഞ്ഞാൽ 30 ആണ്. 30 × 30 അല്ലെങ്കിൽ 30ൻ്റെ സ്ക്വയർ ആണ് ഇവിടുത്തെ ഏരിയ വരിക. 30ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900. 900 എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളാം. 900 mm സ്ക്വയർ ആണ്. 900 എന്താണ്? mm സ്ക്വയർ ആണ്, അല്ലാതെ 900 സെൻറ്റിമീറ്റർ സ്ക്വയർ ഒന്നുമല്ല. 900 mm സ്ക്വയർ ആണ്. ഈ 900 mm സ്ക്വയറിന് സെൻറ്റിമീറ്റർ സ്ക്വയറിലോട്ട് വരണമെങ്കിൽ 100 കൊണ്ട് ഭാഗിച്ചാൽ മതി. 100 കൊണ്ട് ഭാഗിച്ചാൽ മതി. 100 കൊണ്ട് ഭാഗിക്കുമ്പോൾ എന്തെന്ന് കിട്ടും? 9 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. എന്തെന്ന് കിട്ടും? 9 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഇനി ഞാൻ ഓൾറെഡി ഏറ്റവും മുകളിലായിട്ട് ഫോർമുല പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് സമയം എന്താണ്? ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആണ്. ക്വാണ്ടിറ്റി 9 ആണ് കിട്ടിയത്, റേറ്റ് 50 ആണ്. സോ നമ്മുടെ കോസ്റ്റ് സമയം എന്ത് വരും? സോ കോസ്റ്റ് സമം 9 × 50 വരും. 9 × 50 എന്ന് പറഞ്ഞാൽ 450 രൂപ. അതാണ് ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആണ്. ഇവിടെ റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 500 രൂപയാണ് ഓരോ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ ചാർജായിട്ട് കൊടുക്കേണ്ടത്. സോ അതിൽ നിന്ന് ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് 10 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 500 രൂപയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 50 രൂപയായിരിക്കും. ഞാൻ റേറ്റിനെ എന്ത് രൂപത്തിലാക്കി? 50 രൂപ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാക്കി. സോ ഈ റേറ്റിൽ നമുക്ക് മനസ്സിലായി ഏരിയ ഫുള്ള് കണ്ടുപിടിച്ചാൽ മാത്രമേ അതാണ് ക്വാണ്ടിറ്റി ആയിട്ട് വരിക. ക്വാണ്ടിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ റേറ്റിലെ യൂണിറ്റ് നോക്കിയാൽ മതി, അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും. ഏരിയ കണ്ടുപിടിക്കണം. സോ ഇവിടെ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ 30 × 30 mm സ്ക്വയർ ഷേപ്പാണ്. സോ ഒരു സൈഡ് 30 mm ആണ്. 30ൻ്റെ സ്ക്വയർ എടുക്കുക, അല്ലെങ്കിൽ 30 × 30 ചെയ്യുമ്പോൾ ഏരിയ കിട്ടും. 900 mm സ്ക്വയർ എന്ന ഏരിയ കിട്ടും. ഈ 900 mm സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. മില്ലിമീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയറിലോട്ട് മാറ്റണമെങ്കിൽ 100 കൊണ്ട് ഭാഗിച്ചാൽ മതി. സോ ഏരിയ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നമുക്ക് 9 സെൻറ്റിമീറ്റർ സ്ക്വയർ നീട്ടി. 9 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഉള്ളത്. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ 50 രൂപയാണ് വേണ്ടത്. സോ 9 × 50. ഒരു പേനയുടെ വില 5 രൂപയാണെങ്കിൽ 9 പേനയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി 9 × 5 45 എന്ന് പറയും. അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 50 രൂപയാണ് ഉള്ളത് ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 9 സെൻറ്റിമീറ്റർ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 9 × 50 450 രൂപ വരും. അതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് കുഡ് ബി മൂവ്ഡ് ബൈ എ ഫോഴ്സ് ഓഫ് 30 കിലോഗ്രാം ഇഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.0125. ഇങ്ങനെയുള്ള ഈ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും ഒരേ ഒരു ഫോർമുല മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് സമം ന്യൂ ഇൻറ്റു ആർ. ന്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി വെയിറ്റ് ആയിരിക്കും. സോ ഇനി ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണമെന്ന് നോക്കുക. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ആൻ ഓബ്ജക്റ്റ്? സോ വെയ്റ്റ് അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ. ഈ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റിന് തത്തുല്യമായിരിക്കും എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു.
നോർമൽ റിയാക്ഷനും വെയിറ്റും തുല്യമായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ്. ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം അത് തുല്യമായിരിക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ വെയിറ്റ് അല്ലെങ്കിൽ നോർമൽ റിയാക്ഷനാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിന് പകരമെങ്കിൽ അത് കണ്ടുപിടിക്കാനാണെങ്കിൽ ഉറപ്പായിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും തന്നിരിക്കണം, അതുപോലെ തന്നെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനും തന്നിരിക്കണം. അതായിരിക്കും അടുത്ത് തന്നിരിക്കേണ്ടിയിരിക്കുക. കാരണം ഇതിലിപ്പോൾ ആപ്പടെ 3 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് എഫ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ, 2 കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ന്യൂ, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ വെയിറ്റ്. ഇതിൽ ഏതെങ്കിലും 2 തന്നിട്ട് 3ാമത്തെ കണ്ടുപിടിക്കാൻ പറയും. അത്രയും മാത്രമേ പറയത്തുള്ളൂ. ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് അല്ലെങ്കിൽ നോർമൽ റിയാക്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനും ന്യൂ ആയിരിക്കും അടുത്ത് തന്നിരിക്കുന്നതെന്ന് ബുദ്ധിപൂർവ്വം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ വെയിറ്റ് ആണ് കുഡ് ബി മൂവ്ഡ് ബൈ എ ഫോഴ്സ് ഓഫ് 30 കിലോഗ്രാം. സോ ഫോഴ്സ് തന്നിട്ടുണ്ട്, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 30 കിലോഗ്രാം ആണ്. ഇനി അടുത്ത് ന്യൂ ആയിരിക്കും തന്നിരിക്കുന്നത്. അത് തന്നെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.0125. സോ ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. സോ എഫ് 30 ആണ്, അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.0125 ആണ്. ഈ 0.0125 ഡബ്ല്യു അല്ലെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അത് ഇടത് സൈഡിലോട്ട് വരുമ്പോൾ ഒരു സൈഡ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന മറ്റേ സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. സോ വെയിറ്റ് സമയം എന്ത് വരും? 30 ഡിവൈഡഡ് ബൈ 0.0125 എന്ന് വരും. കാരണം വെയിറ്റിൻ്റെ കൂടെ 0.0125 മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു, അത് അപ്പുറത്ത് സൈഡ് പോകുമ്പോൾ ഡിവിഷൻ ആവുമെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ആൻസർ 2400 കിട്ടും. സോ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്പീഡിൽ പോകും, കാരണം ഇപ്പം തന്നെ 21 മിനിറ്റായി. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ ഇത് നമ്മൾ സമയമെടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഇറഗുലർ സർഫേസ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഇറഗുലർ സർഫേസസ്? അതാണ് ചോദ്യം. സോ ഇവിടെ ഒരു ഇറഗുലർ സർഫേസ് തന്നിട്ടുണ്ട്. ഇറഗുലർ സർഫേസ് എന്ന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ രീതിയിലുള്ള സാധനമല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സംഭവമാണ്. സോ ഇതിൻ്റെ ആദ്യം 1 മിനിറ്റ്. സോ ഞാൻ ആ ഫിഗറിനെ ഒന്ന് വലുതാക്കി. ഇതിൻ്റെ അകത്ത് ഈ ഫിഗറിനെ നമുക്ക് വേറെ ഒന്നുമല്ല, ഇത് ചെയ്യുന്ന വളരെ എളുപ്പമാണ്. ഇതിൻ്റെ അകത്ത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? നീളം ഗുണം വീതി. ആ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലോട്ട് മാറ്റാൻ പറ്റും. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇതിന് എത്ര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള അനുവാദമുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ബുദ്ധിപൂർവ്വമായിട്ട് ഇത് ഇങ്ങനെ മുറിക്കാൻ പോവുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനവിടെ റെഡ് ലൈൻ മാർക്ക് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. ഇപ്പോഴിത് 3 റെക്റ്റാങ്കിൾസ് ആയിട്ട് മാറി. ഇതിപ്പം 3 റെക്റ്റാങ്കിൾസ് ആയിട്ട് മാറി. ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതി നോക്കിക്കഴിഞ്ഞാൽ 70ഉം 25ഉം എന്ന് കാണാൻ സാധിക്കും. സോ അതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കിട്ടും ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ. അതായത് ഈ റെക്റ്റാങ്കിൾ ഞാനിവിടെ ആരോയിട്ട് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഈ ആരോ ഇട്ട് കാണിച്ച ആ റെക്റ്റാങ്കിൾ, അതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെക്റ്റാങ്കിൾ അല്ല ചതുരത്തിൻ്റെ ഒരു സൈഡ് 70 ആണ്, മറ്റേ സൈഡ് 25 ആണ്. സോ 70 × 25 ആയിരിക്കും ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. തീർന്നില്ല. ഇപ്പം നമ്മൾ ഈ വലിയ ഫിഗറിനെ, ഇറഗുലർ ആയിട്ടുള്ള ഫിഗറിനെ 3 കഷ്ണങ്ങളായിട്ട് ഭാഗിക്കുകയാണ്. അപ്പോൾ 3ൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കൂട്ടേണ്ടി വരും. സോ ഈ ഇടത് സൈഡിലുള്ള പോലെ തന്നെ വലത് സൈഡിലുള്ളത് സിമിലറാണ്. ഞാൻ വലത് സൈഡിൽ ആരോ ഇട്ട് കാണിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയും ഒരു സൈഡ് 70 ആയിരിക്കും, കാരണം ഇത് പാരലാണല്ലോ. ഒരു 70 ആയിരിക്കും. മറ്റേ സൈഡ് എന്തായിരിക്കും? 25 തന്നെ ആയിരിക്കും. ഇപ്പം ഞാൻ വരച്ച് കാണിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. 70 ഇപ്പുറത്തെ സൈഡ് 70 ആണെങ്കിൽ അപ്പുറത്തെ സൈഡ് എന്തായിരിക്കണം? 70 ആയിരിക്കണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതും 70 × 25 തന്നെ വരും. ഇനി 3ാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കുള്ള ഭാഗമാണ്. ഈ നടുക്കുള്ള ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 90ൻ്റെ ഈ സൈഡ് കണ്ടോ, ഏറ്റവും താഴെ നോക്കുക. 90 കണ്ടോ? 90 ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 90 ആ 90ൽ 25 ഇടത് സൈഡിൽ നിന്ന് കട്ടായി പോവും, വലത് സൈഡിൽ നിന്ന് 25 കട്ടായി പോവും. സോ 25 + 25 എത്രയാവും? ടോട്ടൽ 50 കട്ടായി പോവും. 90ൽ നിന്ന് ടോട്ടൽ 50 നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തപ്പം 3 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പം ഇതിൻ്റെ ടോട്ടൽ 90ൽ നിന്ന് 25 + 25 50 എന്ത് ചെയ്യും? കട്ടായി പോവും. പിന്നെ ബാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ആയിരിക്കും.
90 25 പ്ലസ് 25 കട്ടായി പോയാൽ ബാക്കി വരുന്നത് എന്തായിരിക്കും? 25 പ്ലസ് 25 50 അതായത് 90 50 കട്ടായി പോയാൽ ബാക്കി എന്ത് വരും? 40, ബാക്കി 40 വരും. 40 ഇൻറ്റു അതിൻ്റെ വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ 25 എടുത്തേക്കുന്നത്, താഴെ 25 തന്നെ ആയിരിക്കും. സോ 40 ഇൻറ്റു 25. ഇൻറ്റു 25. സോ 3 ഈ ഒരു ഇറഗുലറായിട്ടുള്ളൊരു ഫിഗറായിരുന്നു. ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിതിനെ കുറേ 3 ചെറിയ പീസുകളായിട്ട് മുറിച്ചു. ഈ 3 പീസുകൾ റെക്റ്റാങ്കിൾസ് ആണ്. 3 പീസുകളും റെക്റ്റാങ്കിൾസ് ആണ്. 3 പീസുകളുടെ സൈഡുകൾ നോക്കി ഇടത് സൈഡിലുള്ള റെക്റ്റാങ്കിളും വലത് സൈഡിലുള്ള റെക്റ്റാങ്കിളും സെയിം ആണ്. 70 ഇൻറ്റു 25 തന്നെയാണ് വരുന്നത്. നടുക്കുള്ള മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. അതും ഒരു സൈഡ് 40 മറ്റേ സൈഡ് 25 തന്നെയാണ് വരുന്നത്. സോ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 70 ഇൻറ്റു 25 പ്ലസ് 70 ഇൻറ്റു 25 പ്ലസ് 40 ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4500 എന്ന ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് ദ സെക്ടർ ഹൂസ് radius is 15 cm and intended at an angle is and intended angle is 30 degree. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫോർമുല ഉൾപ്പെടെ ഞാൻ എഴുതി തന്നെയാണ്. സോ ഇത് നിർബന്ധമായിട്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്ന ഫോർമുലയാണ് ലെങ്ത് ഓഫ് ആർക്ക്. ലെങ്ത് ഓഫ് ആർക്ക് L സമം θ/360 ഇൻറ്റു 2πr. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഡഡ് ആംഗിളാണ്. 30/360 ഇൻറ്റു 2 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. 6 15 സെൻറ്റിമീറ്റർ ആണ്. അത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ 7.85 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 7.85 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഓപ്ഷൻ എ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കില്ല. കാരണം അതെന്താണ് ക്വസ്റ്റ്യൻ എന്ന് അവർക്ക് തന്നെ ഉണ്ടാക്കിയവർക്ക് തന്നെ ഒരു ബോധ്യമില്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഈസ് ദ ഫോർമുല ഫോർ ഡാഷ്? ഒന്നുമില്ല. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. ഇത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഒരു നിവൃത്തിയില്ല. സോ ആ ഒരു ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യുക. 7ാമത്തെ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യുക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഇറഗുലർ ലാമിന? ഈ ലാമിന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ പേടിക്കരുത്. 2D ഫിഗേഴ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണെന്ത്? പ്ലെയിൻ ഫിഗേഴ്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ലാമിന, പ്ലെയിൻ ഫിഗർ, 2D ഫിഗർ. 2D എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്താണ്? സെയിം ആണ്. അടുത്ത് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എനിക്കൊരു നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു റെക്റ്റാങ്കുലർ പ്ലേറ്റാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ നടുക്ക് അതിൻ്റെ നടുക്കല്ല, അതിൻ്റെ വലത് സൈഡിലായിട്ടൊരു ഹോളും തന്നിട്ടുണ്ട്. ആ ഹോളിൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഞാനതിനെ എൻലാർജ് ചെയ്ത് കാണിക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിനെ എൻലാർജ് ചെയ്ത് എഴുതിയാൽ ഇങ്ങനെ കാണും. ഏറ്റവും ഇടത് സൈഡിൽ മുകളിലായിട്ട് നോക്കുക. ഇങ്ങനെയാണ് അവിടെ കിടക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കേണ്ടത് പൈയുടെ സ്മോൾ ലെറ്ററാണ് ഫൈ 8 സെൻറ്റിമീറ്റർ എന്ന് വായിക്കണം. ഫൈ എന്ന് വായിച്ചാൽ മതി. 8 സെൻറ്റിമീറ്റർ എന്ന് വായിക്കണം. ഇതിൻ്റെ അർത്ഥം ഈ സൂചിപ്പിക്കുന്ന ഡയമീറ്ററാണ്. അതായത് ആ സർക്കിളിൻ്റെ ഡയമീറ്ററാണ് എത്രയെന്നാണ്? 8 സെൻറ്റിമീറ്റർ എന്നാണ്. അതേ പക്ഷേ 8 സെൻറ്റിമീറ്റർ എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് റേഡിയസ് ആണ് 8 സെൻറ്റിമീറ്റർ എന്ന് മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ ഈ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഡയമീറ്റർ ആണ് 8 സെൻറ്റിമീറ്റർ എന്നാണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കുലർ പ്ലേറ്റ് ഉണ്ട്. ആ റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ അവർ തന്നിട്ടുണ്ട് 50 സെൻറ്റിമീറ്റർ ഇൻറ്റു 12 സെൻറ്റിമീറ്റർ ആണ്. ഈ 50 ഇൻറ്റു 12 ചെയ്യുമ്പം ഈ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയുമാണ് 50 12 എന്ന് തന്നിട്ടുള്ളത്. 50 ഇൻറ്റു 12 ചെയ്യുമ്പോൾ റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ ഏരിയ കിട്ടും. അതിൽ നിന്ന് ഈ ഹോൾ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഹോളാണ് ഇവിടെ ഉള്ളത്. ആ ഹോളിൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ എന്ത് ചെയ്യും? കിട്ടും. എപ്പോഴും ഹോളായിട്ട് കിടക്കുന്ന സാധനങ്ങളുടെ ഏരിയ എന്ത് ചെയ്യുക? കുറയ്ക്കുക. സോ ആദ്യം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 50ഉം 12ഉം ക്ലിയർ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. സോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 50 ഇൻറ്റു 12 ആണ്. മൈനസ് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല πr² ആണ്. ഇവിടെ ഡയമീറ്റർ 8 സെൻറ്റിമീറ്റർ ആണ്.
സോ ഇടത് സൈഡിൽ നോക്കുക, ഇവിടെ ഡയമീറ്റർ 8 സെൻറ്റിമീറ്റർ ആണ്. സോ റേഡിയസ് എന്ന് പറഞ്ഞാൽ 8/2 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. πr² ആണ് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ പൈയുടെ വില നിങ്ങൾക്ക് 3.14 കൊടുക്കാം, അല്ലെങ്കിൽ 22/7 കൊടുക്കാം. 3.14 കൊടുത്താൽ മതിയാവും. സോ 50 × 12 മൈനസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.14 × 4² എന്ന് പറയുന്നത് 4 × 4 ചെയ്താൽ മതി. 549.76 എന്ന ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുക. സോ ഇത് വളരെ എളുപ്പമാണ്. ഈ റെക്ടാങ്കുലർ പ്ലേറ്റിൻ്റെ അകത്തൊരു ഹോൾ അടിച്ച് വെച്ചേക്കാണ്. ഹോളെന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പിലാണ്. ഹോളെന്ന് പറഞ്ഞാൽ നമ്മൾ ആ റെക്ടാങ്കുലർ പ്ലേറ്റിൻ്റെ അത്രയും ഭാഗം നീക്കി കളഞ്ഞു എന്നാണ്. റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആണ് സബ്ട്രാക്ട് ചെയ്തതെന്നാണ്. സോ 50 × 12 ചെയ്യുമ്പോൾ റെക്ടാങ്കുലർ പ്ലേറ്റിൻ്റെ ഏരിയ കിട്ടും. അതിൽ നിന്ന് ഈ സർക്കിളിൻ്റെ ഈ കുഞ്ഞ് സർക്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. ഇവിടെ പക്ഷേ ഇതാണ് സ്പെസിഫിക്കേഷൻ ശ്രദ്ധിക്കുക. അതിൽ 8 സെൻറ്റിമീറ്റർ എന്നാണ് കിടന്നത്. 8 സെൻറ്റിമീറ്റർ എന്ന് കിടക്കുമ്പോൾ അത് ഡയമീറ്ററാണ് തന്നിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടായെങ്കിൽ പോയി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു വരുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള അറിവുകൾ നമുക്ക് കിട്ടുള്ളൂ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ റെക്ടാങ്കുലർ ബോഡി? റെക്ടാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും അതിൻ്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്നതിൻ്റെ പോയിൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഡയഗണൽസ് എതിർ കോർണറുകളെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതാണെന്ത്, ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിൽ വരയ്ക്കുന്നതിന് ഡയഗണൽ. ഈ ഡയഗണലുകൾ ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടാവും റെക്ടാങ്കിളിൻ്റെ നടുക്ക്. അവിടെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഏരിയ ഓഫ് ഇറഗുലർ സർഫേസ്? ഇവിടെ ആദ്യം എനിക്ക് പറയേണ്ട ഒരു കാര്യം, ട്രപ്പീസിയം എന്താണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒരു ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡുകൾ പാരലായിരിക്കും, മറ്റ് 2 സൈഡുകൾ പാരലായിരിക്കില്ല. ഞാനിവിടെ 2 ഡബിൾ ഡാഷ് കാണിക്കാം പാരലൽ സൈഡ്സ് ഏതൊക്കെയാണെന്ന്. ഞാനിവിടെ 2 ഡാഷ് ഇട്ട് കാണിച്ചേക്കുന്ന 2 സാധനവും പാരലാണ്. സോ ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത 2 സൈഡുകൾ പാരലായിരിക്കും, 2 സൈഡുകൾ പാരലൽ ആയിരിക്കില്ല. അതായത് ഞാൻ ഈ ഇടത് സൈഡിൽ 2 ഫിഗറും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇടത് സൈഡിൽ 2 ഫിഗറും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇതും ട്രപ്പീസിയത്തിന് എക്സാമ്പിളാണ്. കാരണം നമുക്കിതിലും 2 സൈഡ് പാരലായിരിക്കണം. അതുമാത്രമാണ് ട്രപ്പീസിയത്തിൻ്റെ കണ്ടീഷൻ. ഇതിൽ നമുക്ക് 2 സൈഡ് പാരലൽ കാണാൻ പറ്റും. ഏതൊക്കെയാണെന്ന് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. 2 സൈഡുകൾ പാരലായിരിക്കണം, അത്രയും മാത്രമേ കണ്ടീഷൻ ഉള്ളൂ. മറ്റ് 2 സൈഡുകൾ എങ്ങനെ ഇരുന്നാലും പ്രശ്നമില്ല, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. 2 സൈഡുകൾ നിർബന്ധമായിട്ടും പാരലായിരുന്നു കഴിഞ്ഞാൽ അത്തരം എല്ലാ ഫിഗേഴ്സിനെയും നമുക്ക് ട്രപ്പീസിയം എന്ന് വിളിക്കാം. ഇനി ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയണം. അത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലും അത് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് അറിയണം. സോ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. പാരലായിട്ട് 2 സൈഡുകളുണ്ട്. ആ 2 സൈഡുകളുടെ നീളം ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ ആ സൈഡുകൾ പാരലൽ സൈഡിൽ ഒരെണ്ണം എ എന്നും മറ്റത് ബി എന്നും എടുത്തു. ഇനി ഈ 2 സൈഡുകളും തമ്മിലുള്ള അകലം ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ 2 പാരലൽ സൈഡിൻ്റെ ഇടയ്ക്കുള്ള ഞാനിപ്പം വരച്ച് കാണിച്ച ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിനെയാണ് ഹൈറ്റ് അല്ലെങ്കിൽ എച്ച് എന്ന് പറയുക. ഈ 2 പാരലൽ സൈഡ്സിൻ്റെ നീളം അറിയണം. ഈ 2 പാരലൽ സൈഡ്സും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, പാരലായതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസ് എല്ലായിടത്തും സെയിം ആയിരിക്കും. ആ ഡിസ്റ്റൻസിനെയാണ് എച്ച് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ½ × a + b × h, അല്ലെങ്കിൽ പാരലൽ സൈഡ്സ് എനെയും ബിനെയും കൂട്ടുക, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക, അതായത് /2 ചെയ്യുക, ഇൻറ്റു അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. അല്ലെങ്കിൽ ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. ഹൈറ്റ് എന്ന് പറയാൻ പാടില്ല, പാരലൽ സൈഡ്സ് കിടക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് h കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. ½ × സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ്. ഓക്കെ, ½ അല്ലെങ്കിൽ പാരലായിട്ട് വരുന്ന സൈഡുകൾ ഏതൊക്കെയാണോ അതിനെ രണ്ടിനെയും കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക, ഇൻറ്റു പാരലൽ സൈഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇത് ചെയ്യുമ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഇറഗുലർ ഏരിയ ആണ്. ഈ ഇറഗുലർ സർഫേസിൻ്റെ ആദ്യത്തെ ഭാഗം ഞാനിവിടെ 1 ഇടുന്ന ഈ പാർട്ട്, ഇത് 2 ഭാഗങ്ങൾ കൊണ്ടാണ് ഈ ഇറഗുലർ സർഫേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ 1ാമത്തെ ഫിഗർ ഞാനൊന്ന് വരച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പുറത്തോട്ടെടുത്ത് നീക്കി വരയ്ക്കുകയാണ്. ഈ ഫിഗർ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തെ ഫിഗർ നിങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഗർ ഒരു ട്രപ്പീസിയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2 പാരലൽ സൈഡ്സ് ഉണ്ട്. ഞാൻ ഡാഷ് ഇട്ട് കാണിക്കാതെ ഈ ഫിഗറിൽ തന്നെ, നമ്മൾ ഒറിജിനൽ ഫിഗറിൽ തന്നെ ഡാഷ് ഇട്ട് കാണിക്കാം.
ഡബിൾ ഡാഷ് ഇട്ട് കാണിക്കാം, നോക്കിക്കോളാം. ആ ഒന്നാമത്തെ ഫിഗറിൻ്റെ ഞാനിപ്പോൾ ഡബിൾ ഡാഷ് ഇട്ട് കാണിച്ച രണ്ട് സൈഡുകൾ നോക്കുക. ആ രണ്ട് സൈഡുകളും പാരലലാണ്, മറ്റേ രണ്ട് സൈഡുകൾ എന്തല്ല, പാരലൽ അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിനൊരു ട്രപ്പീസിയമായിട്ട് കണക്കാക്കാൻ പറ്റും. സോ ട്രപ്പീസിയത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എന്തൊക്കെ അറിയണം നമ്മൾ, രണ്ട് പാരലൽ സൈഡ്സിൻ്റെ നീളം അറിയണം, അതുപോലെ തന്നെ അതിൻ്റെ ഈ പാരലൽ സൈഡ്സ് തമ്മിലുള്ള അകലം എത്രയാണെന്നും അറിയണം. അതറിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പിന്നെ രണ്ടാമത് വരുന്ന റെക്റ്റാങ്കിളാണ്. അതിൻ്റെ നീളവും വീതിയും ഡയറക്റ്റായിട്ട് ഫിഗറിൽ തന്നിട്ടുണ്ട്. നീളത്തിൻ്റെ വീതിയും ഗുണിച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. സോ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക പ്ലസ് റെക്റ്റാങ്കിളുടെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗറിൻ്റെ റെഗുലർ സർഫേസിൻ്റെ ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രപ്പീസിയത്തിൻ്റെ ഒരു സൈഡ് പാരലായിട്ടുള്ള ഒരു സൈഡ് 25 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡ് ഈ റെക്റ്റാങ്കിളിൻ്റെ അങ്ങേയറ്റത്തെ നീളം നോക്കിക്കഴിഞ്ഞാൽ 15 mm എന്ന് കാണാൻ സാധിക്കും. സോ ട്രപ്പീസിയത്തിൻ്റെ ഒരു പാരലൽ സൈഡ് 25 സെൻറ്റിമീറ്ററാണ്, മറ്റേ പാരലൽ സൈഡ് 15 അതെങ്ങനെയാണ് ഞാൻ അടുത്തതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അത് റെക്റ്റാങ്കിളിലെ രണ്ട് സൈഡുകളും തുല്യമായിരിക്കും, അതുകൊണ്ടാണ് മറ്റേ സൈഡ് 15 ആയതുകൊണ്ട് ഞാൻ ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പുറത്തും 15 ആയിരിക്കും. സോ ആ സൈഡ് തന്നെയാണ് ട്രപ്പീസിയത്തിൻ്റെ ഒരു സൈഡായിട്ട് മാറുന്നത്. സോ ഇനി മറ്റേത് താഴെയുള്ളത് ഈ ഡിസ്റ്റൻസ്, ഈ പാരലൽ സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രപ്പീസിയത്തിൻ്റെ ഫോർമുല എഴുതാം. ഏരിയയുടെ ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. ഇവിടെ ഒരു പാരലൽ സൈഡിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്ററാണ്, മറ്റത് 15. അത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു ഹൈറ്റ് ഏറ്റവും താഴെ തന്നിട്ടുണ്ട് 15 mm ആണെന്ന്, 15 സെൻറ്റിമീറ്റർ ആണെന്ന്. ഇപ്പോൾ കിട്ടിയത് ആദ്യത്തേൻ്റെ മാത്രം ഏരിയ ആണ്. ഇനി രണ്ടാമത്തേത് ഒരു റെക്റ്റാങ്കിളാണ്, അത് 80 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ 15 സെൻറ്റിമീറ്റർ എന്നാണ് വീതിയുണ്ട്. സോ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി 80 × 15. ഇത് രണ്ടും കണ്ടുപിടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1500 എന്നുള്ള ആൻസർ കിട്ടും. ഓപ്ഷൻ സി. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് തെർമോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. രണ്ടെണ്ണം ഉണ്ട്, തെർമോ പ്ലാസ്റ്റിക് ഉണ്ട്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഉണ്ട്. നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഉരുക്കി പിന്നെയും പുതിയ സാധനങ്ങളാക്കി മാറ്റാൻ പറ്റുന്നതാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുക. പക്ഷേ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉരുക്കിയിട്ട് പുതിയ സാധനങ്ങളാക്കി മാറ്റാൻ പറ്റാത്ത സാധനങ്ങളെയാണ് എന്താ പറയുക, പുനരുപയോഗിക്കാൻ കഴിയാത്തതാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുക. ഇതിൽ തെർമോ പ്ലാസ്റ്റിക്കിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനൈൽ പോളിമേഴ്സ് ആണ്, ബാക്കിയെല്ലാം തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഫോഴ്സ് ആക്ട്സ് ഓൺ റിവറ്റ്സ്. റിവറ്റ്സിൽ ആക്ട് ചെയ്യുന്നത് ഷിയർ ഫോഴ്സാണ്. ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു റബ്ബർ ബാൻഡ് രണ്ട് സൈഡിലോട്ട് വലിക്കുകയാണെങ്കിൽ ആ റബ്ബർ ബാൻഡിലുള്ളത് ടെൻസൈൽ ഫോഴ്സാണ്. ഒരു വസ്തുവിൻ്റെ രണ്ട് സൈഡിലോട്ടും പുള്ള് ചെയ്യുകയാണെങ്കിൽ ടെൻസൈൽ, ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു വസ്തുവിനെ പുള്ള് ചെയ്യുകയാണെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും. ഇനി രണ്ട് സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും പുഷ് ചെയ്യുകയാണെങ്കിൽ കംപ്രസീവ് ഫോഴ്സ്. ഇനി ഒരു വസ്തുവിനെ വളയ്ക്കാനാണ് ഫോഴ്സ് ശ്രമിക്കുന്നതെങ്കിൽ അതിനാണ് ബെൻഡിങ് ഫോഴ്സ് എന്ന് പറയുക. ഇതിൽ ഷിയർ ഫോഴ്സാണ് എന്തിൻ്റെ കാരണമാകുന്നത്. നമ്മുടെ കത്രിക വെച്ചിട്ട് തുണി നിങ്ങൾ വെട്ടുമ്പം ആ കത്രികയുടെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് കൊടുക്കുക എന്നാണ് കേട്ടോ. ഷിയർ ഫോഴ്സ് ആണ് അവിടെ ഒക്കെ അപ്ലൈ ആകുന്നത്. അതുപോലെ തന്നെ ഇവിടെ റിവറ്റിൻ്റെ കേസിലും ഷിയർ ഫോഴ്സാണ് വരുന്നത്, ഷിയർ ഫോഴ്സ്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഡൺ ടു റിലീവ് സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ്. ഈ സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് റിമൂവ് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അനിലിംഗ് എന്ന് പറയാം കേട്ടോ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ് കൂട്ടാനാണ്. ടെമ്പറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡനിങ്ങിന് ശേഷം ചെയ്യുന്നൊരു പ്രോസസ്സാണ്. നോർമലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും നോർമലൈസിങ്. പക്ഷേ അതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് വ്യത്യാസപ്പെടുത്താനും കൂടെയാണ് നോർമലൈസിങ് ചെയ്യുന്നത്. വെറും സ്ട്രെസ്സും സ്ട്രെയിനും റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരേ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിലിംഗ് ആണ്. അടുത്ത് വാട്ട് ടൈപ്പ് ഓഫ് ലൂബ്രിക്കൻ്റ് ഈസ് യൂസ്ഡ് ഇൻ വിക്ക് ഫീഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഇങ്ങനെ 1-2 ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും അറിഞ്ഞുകൂടാത്ത വരാൻ സാധ്യതയുണ്ട്. അത് എല്ലാ പരീക്ഷയിലും ഉണ്ടായിരിക്കുന്നതാണ്.
അപ്പോൾ വിക് ഫീഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കാണാതെ പഠിച്ച് വെച്ചിരിക്കുക. അതിൻ്റെ ആൻസർ ലൂബ് ഓയിലാണ്, ലൂബ് ഓയിൽ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫോർമുല ഫോർ പെരിമീറ്റർ ഓഫ് എ സെക്ടർ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. L+2R, L+2R, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ലാമിന? സോ ഇത് നമ്മൾ കുറേ നേരത്തെ ഒരു 2 എണ്ണം നേരത്തെ ചെയ്തായിരുന്നു. ഇപ്പം 3ാമത്തെയാണ്. ഒന്നിലധികം ഏരിയകളെ കമ്പൈൻ ചെയ്തിട്ടൊരു ഫിഗർ ഉണ്ടാക്കും, എന്നിട്ട് അതിൻ്റെ ഏരിയ ചോദിക്കും. ഇവിടെ തന്നേക്കുന്ന 2 ഫിഗറുകളും ഏതാണ്? റെക്റ്റാങ്കിൾസ് ആണ്. സോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് 100 മറ്റേ സൈഡ് 50. 100 വശങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ മതി. 100 × 50. അപ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിൾ തീരും. ഇനി രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് 160 മറ്റേ സൈഡ് 60. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 14,600 കിട്ടും. വെറുതെ 2 റെക്റ്റാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതിയാണ്. അത്രയും മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, 100 ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 100 മറ്റേ സൈഡ് 50. രണ്ടാമത്തെ റെക്റ്റാങ്കിൾ വന്നിട്ടുള്ള അതിൻ്റെ ഒരു സൈഡ് 160 മറ്റേ സൈഡ് 60. അത്രയേ ഉള്ളൂ. ഓപ്ഷൻ എത്ര വരും? ബി വരും. ഓപ്ഷൻ ബി അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ സേഫ് സ്ട്രെസ് ഇഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് 35 kg/mm² ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് 5. ഇത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, നേരത്തെ വന്നിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഫോർമുല എന്ന് പറഞ്ഞ ഇതാണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ സേഫ് സ്ട്രെസ് ആണ്. അതിൽ നിന്ന് സേഫ് സ്ട്രെസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോർമുല കിട്ടും. ഇട സൈഡിലോട്ട് നോക്കാം. വല സൈഡിൽ ഞാൻ ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ് നമ്മൾ പഠിക്കുന്നത്, അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ സേഫ് സ്ട്രെസ്. ആ ഒരു ഫോർമുലയിൽ നിന്ന് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ സേഫ് സ്ട്രെസ് ആണ്. ഇനി ഇടത് സൈഡിലോട്ട് നോക്കാം. അതിൽ നിന്ന് സേഫ് സ്ട്രെസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയും. അൾട്ടിമേറ്റ് സ്ട്രെസ് 35 ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി 5. 35/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് എ ബോഡി ഓഫ് മാസ് 1000 kg ഇഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.4? അസ്യൂം 1 kg ഈക്വൽ ടു 10 Newton. സോ അവിടെ ഓർത്തുള്ള 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 Newton ആണെന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് യൂണിറ്റ് കൺവേർഷൻ വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതുകൊണ്ടാണ് അത് തന്നിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് നോക്കാം. ഇങ്ങനെ ഈ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മിക്ക ചോദ്യങ്ങളിലും ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ. അത് നമ്മൾ കുറച്ച് നേരത്തെ പ്രാക്ടീസ് ചെയ്ത്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു ആർ. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.4 ആണ്. അതുപോലെ തന്നെ ആറ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മാസ് തന്നിട്ടുള്ളത്. 0.4 എന്ത് വരും? 1000 എന്ന് വരും. 0.4 എന്ത് വരും? 1000 എന്ന് വരും. പക്ഷേ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാമിലാണ് കിടക്കുന്നത്. ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഫോഴ്സിനെ കിലോഗ്രാമിൽ നിന്ന് ന്യൂട്ടണിലോട്ട് വരണമെങ്കിൽ 9.81 ന്യൂട്ടൺ കൊണ്ട് ഗുണിക്കാം. ഇവിടെ നമുക്ക് 9.81 കൊണ്ട് ഗുണിക്കേണ്ട, കാരണം ക്വസ്റ്റ്യനിൽ തന്നെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് 9.81 എടുക്കേണ്ട, നിങ്ങൾക്ക് 10 എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ മാത്രമേ ഈ 9.81 10 എടുക്കാമെന്ന് പറയുള്ളൂ. ചില ക്വസ്റ്റ്യനിൽ ഒന്നും പറയത്തില്ല. ഒന്നും പറഞ്ഞില്ല എങ്കിൽ അതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.81 ന്യൂട്ടനാണ്. ഓക്കെ, അത് ഞാൻ എഴുതിത്തരാം. 1 kg എന്ന് വെച്ച് കഴിഞ്ഞാൽ 9.81 ന്യൂട്ടനാണ്. ഇവിടെ പക്ഷേ അസ്യൂം എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 10 ന്യൂട്ടൺ എന്ന് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 0.2 വ്യത്യാസമുള്ളൂ, എന്നാൽ അസ്യൂം ചെയ്താൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം. സോ 1000 kg കഴിഞ്ഞിട്ട് അതിനെ ന്യൂട്ടണിലോട്ട് മാറ്റാൻ വേണ്ടി 10 ന്യൂട്ടനാണ് 1 kg എന്ന്. 1 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ന്യൂട്ടനാണ്. സോ 1000 × 10, 0.4 × 1000 × 10. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 4000 എന്ന് കിട്ടും. 4000 ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ എ. ഇനി ഞാനിവിടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇവിടെ ഇപ്പോൾ ഓപ്ഷൻസ് എല്ലാം കിലോഗ്രാമിൽ കിടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ലായിരുന്നു? ഈ 10 കൊണ്ട് ഗുണിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. ഈ 10 കൊണ്ട് ഇവിടെ അഡീഷണലായിട്ട് ഗുണിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിലോഗ്രാമിൽ കിടന്ന ഫോഴ്സിൻ്റെ യൂണിറ്റിനെ എന്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്? ന്യൂട്ടണിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ 10 കൊണ്ട് ഗുണിക്കേണ്ടി വരുന്നത്. അത് ഓപ്ഷനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഓപ്ഷനിൽ ഇപ്പം ന്യൂട്ടണിലല്ല കിലോഗ്രാമിലാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഈ 10 കൊണ്ട് ഗുണിക്കേണ്ടി വരില്ലായിരുന്നു. എന്ത് തന്നെ ആയിരുന്നാലും ഈ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഫോർമുലയേ ഉള്ളൂ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ F =
ന്യൂ ഇൻറ്റു ആർ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആയിരിക്കും. ഈ നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കാനായിരിക്കും മാസ് അല്ലെങ്കിൽ വെയിറ്റ് തന്നിരിക്കും. ഇവിടെ മാസ് തന്നിരിക്കുന്നത് എത്രയാണ്? 1000 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻസ് കറക്റ്റായിട്ട് നോക്കുക. ഓപ്ഷൻസിലെ യൂണിറ്റുകൾ നോക്കുക. ഇവിടെ യൂണിറ്റ് ന്യൂട്ടണിലാണ് എടുക്കുന്നത്. സോ നമുക്ക് ആർ എന്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല? കിലോഗ്രാമിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി തന്നെയാണ് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. 1 കിലോഗ്രാം 10 ന്യൂട്ടൺ ആണെങ്കിൽ 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഇൻറ്റു 10 ന്യൂട്ടൺ ആയിരിക്കും. അത്രയും മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1/a⁻m? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നായിരുന്നു. ഞാനതുകൊണ്ട് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല. 1/a⁻m എന്ന് പറഞ്ഞാൽ a⁻−m. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് സോൾഡ് അറ്റ് 572 വിത്ത് എ പ്രോഫിറ്റ് ഓഫ് 72 റുപ്പീസ്? സോ നമുക്കറിയാം, ഇത് എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സിമ്പിളാണ്, ഫോർമുല സിമ്പിളാണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും. ഒരു കച്ചവടക്കാരനുണ്ട്. ആ കച്ചവടക്കാരന് ഒരു സാധനം വാങ്ങുന്ന വില, ആ കച്ചവടക്കാരൻ തൻ്റെ ഷോപ്പിലോട്ട് സാധനങ്ങൾ വാങ്ങുന്ന വിലയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടെ ചേർത്തിട്ടാണ് അയാൾ കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യുന്നത്. സോ ഇവിടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, 72 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താണ്, കച്ചവടക്കാരൻ വിൽക്കുന്നത് 572 രൂപയ്ക്കെന്നും തന്നിട്ടുണ്ട്. സോ സെല്ലിംഗ് പ്രൈസ് ആണ് 572 തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്രോഡക്റ്റ് ഈസ് സോൾഡ് അറ്റ് 572. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 572 ആണ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് പ്രോഫിറ്റ് 72. വലത് സൈഡിൽ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്ന +72 ഇടത് സൈഡിലോട്ട് വരുമ്പോൾ മൈനസ് ആവും. സോ വലത് സൈഡിലെ CP മാത്രം ഒറ്റയ്ക്കാവും. ആൻസർ എന്ത് വരും? 572 - 72 500. അതായത് ഇയാൾ ഇത് വാങ്ങിച്ച വില, ഈ സാധനം 500 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. 500 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 72 രൂപ പ്രോഫിറ്റും കൂടെ ചേർത്ത് 572 രൂപയ്ക്ക് വിറ്റു. ഈ 572 രൂപയ്ക്ക് വിറ്റു എന്നുള്ള കണക്കാണ് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. 72 രൂപ പ്രോഫിറ്റ് തന്നു. സോ 572 രൂപയ്ക്കാണ് വിറ്റത്. 72 രൂപ പ്രോഫിറ്റും ഉണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 572 72 കുറച്ചാൽ മതി, 500 എന്ന് കിട്ടും ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ ബുക്ക്ലെറ്റ് ദ റേറ്റ് ഓഫ് വേരിയസ് ടേംസ് ദാറ്റ് ആർ ഇൻഡിക്കേറ്റഡ്? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. പ്രൈസ്ഡ് കാറ്റലോഗാണ് എൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി. വാട്ട് ഈസ് എ ഓവർ എസ്റ്റിമേറ്റ്? 2 എണ്ണം ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു എസ്റ്റിമേഷൻ്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓവർ എസ്റ്റിമേറ്റും ഉണ്ട്, അണ്ടർ എസ്റ്റിമേറ്റും ഉണ്ട്. ഓവർ എസ്റ്റിമേറ്റും ഉണ്ട്, അണ്ടർ എസ്റ്റിമേറ്റും ഉണ്ട്. ഒരു എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ ആക്ച്വലി ആ സാധനം ഉണ്ടാക്കി എടുത്ത് വരുമ്പോഴുണ്ടാകുന്ന ചിലവിനേക്കാളും കൂടിയൊരു എസ്റ്റിമേറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് ഓവർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇനി ചില സമയങ്ങളിൽ ഒരു സാധനം ആക്ച്വലായിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ വരുന്ന ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എസ്റ്റിമേഷൻ ചെയ്ത് ചിലവിനേക്കാൾ എന്തായിരിക്കും, നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്ന ചിലവ് ആക്ച്വലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചിലവിനേക്കാളും കുറഞ്ഞ ഒരു ചിലവായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് എടുക്കുന്നത്. ആ സമയത്ത് അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറയും. സോ ഇതിൻ്റെ താഴെ ഓപ്ഷൻസ് വായിച്ച് നോക്കുക. വെൻ ആൻ എസ്റ്റിമേറ്റ് ഈസ് എക്സീഡഡ് ടു ആൻ ആക്ച്വൽ എസ്റ്റിമേറ്റ്, അത് തന്നെയാണ് ഓപ്ഷൻ എ തന്നെയാണ്. ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വലി വരുന്ന ചിലവിനേക്കാളും കൂടിയൊരു എമൗണ്ട് എന്ത് ചെയ്യുക, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വയ്ക്കുക. അത് അനാവശ്യമായിട്ടുള്ള ചിലവുകളിലോട്ട് വരും. ഇപ്പോൾ ലോണൊക്കെ എടുത്താണ് ഒരു വീട് വയ്ക്കുകയാണ്. നിങ്ങൾ ലോൺ എടുത്താണ് വീട് വയ്ക്കണമെന്ന് വിചാരിക്കുക. ഒരാൾ ഒരു എസ്റ്റിമേറ്ററിനെ നിങ്ങളെ സമീപിക്കുകയാണ്. ആ എസ്റ്റിമേറ്ററിനടുത്ത് പറയുകയാണ് ഇതിൻ്റെ ചിലവ് എത്രയാവുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് തരാൻ പറയുകയാണ്. ഈ എസ്റ്റിമേഷൻ ചെയ്യുന്ന ആൾ ചുമ്മാ അനാവശ്യമായിട്ട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അനാവശ്യമായിട്ട് കൂടുതൽ എമൗണ്ട്, ആവശ്യമായിട്ട് വരുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് ലോൺ എടുക്കേണ്ടി വരും. പിന്നെ അത് നിങ്ങൾ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യും. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഓവർ എസ്റ്റിമേഷൻ. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ കുറേ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ F = ന്യൂ ഇൻറ്റു W അല്ലെങ്കിൽ R. അതിൽ നിന്ന് ന്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ന്യൂവിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന W ഇടസിൽ വരുമ്പോൾ ഡിവിഷൻ വരും, F/W. അത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ലേറ്ററൽ സ്ട്രെയിൻ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ?
റേഷ്യോ ലാറ്ററൽ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ്റെയും ഇത് റേഷ്യോ ആണ് നമ്മൾ പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. ഇതിൽ ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂക്സ് ലോ ആണ്. ഹൂക്സ് ലോ പറയുന്നത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റിയുടെ ലിമിറ്റിൻ്റെ ഉള്ളിൽ സ്ട്രെസ് സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഹൂക്സ് ലോ പറയുന്നത്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിനെയാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. അതിൽ ലീനിയർ സ്ട്രെസ് ബൈ ലാറ്ററൽ സ്ട്രെയിൻ ബിറ്റ്വീൻ ലാറ്ററൽ സ്ട്രെയിൻ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൻ്റെ റേഷ്യോ ആണ് നമ്മൾ പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതെല്ലാം സ്ട്രെസ് സ്ട്രെയിൻ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. സോ ഇത്രയൊക്കെയാണ് 25 ക്വസ്റ്റ്യൻസും വരിക. അതിൻ്റെ ആൻസറുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദയവേത് ഈ ആൻസറുകൾ നിങ്ങളുടെ സംശയമുള്ളത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക.